ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ടല്ലേ, ഞാനിതിപ്പോൾ തന്നെ പൂർത്തിയാക്കണോ, അവൾ ഇന്ന് തന്നെ വരേണ്ടതുണ്ടോ, ഇതിപ്പോൾ തന്നെ അയക്കേണ്ടതുണ്ടോ, സെൻഡ് ചെയ്യേണ്ടതുണ്ടോ, ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. ഞാൻ ഇപ്പോൾ തന്നെ പോവേണ്ടതുണ്ടോ, ഇത് ഇന്ന് തന്നെ കൊടുത്തേക്കേണ്ടതുണ്ടോ, ഞാൻ ഇന്ന് തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ടോ, അവൻ ഇന്ന് തന്നെ വരേണ്ടതുണ്ടോ, ഇത് നാളെ തന്നെ വായിക്കേണ്ടതുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. ഇത് ഇംഗ്ലീഷിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പറയാന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഇന്ന് തന്നെ കൊടുത്തേക്കേണ്ടതുണ്ടോ, അവൾ നാളെ തന്നെ വരേണ്ടതുണ്ടോ, ഞാനിത് ഇന്ന് തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ഇത് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു രണ്ട് വാക്കുകൾ നമ്മൾ പഠിച്ചിരിക്കണം. ഒന്ന് ഡസ്, അതുപോലെ തന്നെ ഡു. ഡൂം ഡസും വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പറഞ്ഞ വാചകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഇത് ഇപ്പോൾ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ടോ, ഞാനിതിപ്പോൾ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെയാണ് ചോദിക്കുന്നത്? ഞാനിതിപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇതിപ്പോൾ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ടോ എന്നെങ്ങനെയാണ് ചോദിക്കുക? ഡസ് ദിസ് ഹാവ് ടു ബി കംപ്ലീറ്റഡ് ടുഡേ, ഡസ് ദിസ് ഹാവ് ടു ബി ഡൺ നൗ, ഡസ് ദിസ് ഹാവ് ടു ബി ഡൺ നൗ. ഇതിപ്പോൾ തന്നെ ചെയ്യേണ്ടതുണ്ടോ, പൂർത്തിയാക്കേണ്ടതുണ്ടോ, ചെയ്തു തീർക്കേണ്ടതുണ്ടോ. ഡസ് ദിസ് ഹാവ് ടു ബി ഡൺ നൗ, ഇതിപ്പോൾ തന്നെ ചെയ്യേണ്ടതുണ്ടോ, പൂർത്തിയാക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് അർത്ഥം. അവിടെ ഡസ് എന്നുള്ള വേർഡാണ് നമ്മൾ ചേർത്തത്. ഡസ് ദിസ് ഹാവ് ടു ബി ഡൺ നൗ, ഇതിപ്പോൾ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ പറയാണ് അവള് ഇന്ന് തന്നെ വരേണ്ടതുണ്ടോ, അവൾ ഇന്ന് തന്നെ വരേണ്ടതുണ്ടോ. എങ്ങനെയാ പറയാ? ഡസ് ഷീ ഹാവ് ടു ബി കം ടുഡേ, ഡസ് ഷീ ഹാവ് ടു ബി കം ടുഡേ, ഡസ് ഷീ ഹാവ് ടു ബി കം ടുഡേ, അവൾ ഇന്ന് തന്നെ വരേണ്ടതുണ്ടോ. ഇനി അതുപോലെ തന്നെ പറയാണ് ഇത് നാളെ തന്നെ കൊടുത്തയക്കേണ്ടതുണ്ടോ, സെൻഡ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കണം. ഇത് നാളെ തന്നെ കൊടുത്തയക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കണം. എങ്ങനെ ചോദിക്കുക? ഡസ് ദിസ് ഹാവ് ടു ബി സെൻഡ് ടുമോറോ, ഡസ് ദിസ് ഹാവ് ടു ബി സെൻഡ് ടുമോറോ, നാളെ തന്നെ ഇത് കൊടുത്തയക്കേണ്ടതുണ്ടോ. ഡസ് ദിസ് ഹാവ് ടു ബി സെൻഡ് ടുമോറോ, നാളെ തന്നെ ഇത് കൊടുത്തേക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവിടെ ഡസ് ദിസ് ഹാവ് ടു ബി സെൻഡ് ടുമോറോ എന്നായി. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരാൾ ചോദിക്കുകയാണ് ഞാൻ ബില്ലടക്കേണ്ടതുണ്ടോ, ഞാൻ ബില്ലടക്കണോ, ഞാൻ ബില്ലടക്കേണ്ടതുണ്ടോ. എങ്ങനെ ചോദിക്കുക? ഇവിടെ ഡസ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിന് പകരമായിട്ട് ഡു എന്ന് പറയുന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം ഇവിടെ ഐ എന്നുള്ള സബ്ജക്റ്റ് ആണ് വരുന്നത്. ഡു ഐ ഹാവ് ടു പേ ദ ബിൽസ്, ഡു ഐ ഹാവ് ടു പേ ദ ബിൽസ്, ഞാൻ ബില്ലടക്കേണ്ടതുണ്ടോ. ഡു ഐ ഹാവ് ടു പേ ദ ബിൽസ്, ഞാൻ ബില്ലടക്കേണ്ടതുണ്ടോ. അവിടെ ഐ ആയതുകൊണ്ട് നമ്മൾ ഡു എന്നാണ് ചേർത്തത്. ഡു ഐ ഹാവ് ടു പേ ദ ബിൽസ്, ഞാൻ ബില്ല് അടക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് നമ്മൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ, നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ, കുറച്ച് അങ്ങോട്ട് മാറി നിന്നാൽ പോരെ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിന്നാൽ പോരെ, നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ, പോണോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെയാ പറയാ? ഇവിടെ നമ്മളായതുകൊണ്ട് വി എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് കൂടെ ആവുമ്പോൾ ഡു എന്ന് തന്നെയാണ് നമ്മൾ ചേർക്കേണ്ടത്. ഡു വി ഹാവ് ടു വെയിറ്റ് ഹിയർ, ഡു വി ഹാവ് ടു വെയിറ്റ് ഹിയർ, നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ. ഡു വി ഹാവ് ടു വെയിറ്റ് ഹിയർ, നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ. അപ്പൊ ഇങ്ങനെയാണത് പറയുന്നത്. ഇനി ഇതന്നെ എങ്ങനെ ചോദിക്കാണ്? അവൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ, അവള് പൊക്കോട്ടെ അല്ലെ, അവളിവിടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ. ഡസ് ഷീ ഹാവ് ടു വെയിറ്റ് ഹിയർ, ഡസ് ഷീ ഹാവ് ടു വെയിറ്റ് ഹിയർ, അവൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ. ഡസ് ഷീ ഹാവ് ടു വെയിറ്റ് ഹിയർ, അവൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ. അതുപോലെ തന്നെ ഞാനിവിടെ നിൽക്കേണ്ടതുണ്ടോ, എനിക്ക് പോയിക്കൂടെ, ഞാനിവിടെ നിൽക്കേണ്ടതുണ്ടോ ഇന്ന് എന്ന് ചോദിക്കുകയാണ്. ഡു ഐ ഹാവ് ടു സ്റ്റേ ഹിയർ, ഡു ഐ ഹാവ് ടു സ്റ്റേ ഹിയർ ടുഡേ, ഇന്ന് ഞാനിവിടെ നിൽക്കേണ്ടതുണ്ടോ. ഡു ഐ ഹാവ് ടു സ്റ്റേ ഹിയർ ടുഡേ, ഇന്ന് ഞാനിവിടെ നിൽക്കേണ്ടതുണ്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. സെയിം പാറ്റേൺ ആണ്. ഈ രൂപത്തിൽ നിങ്ങൾക്ക് ധാരാളം സെന്റൻസുകൾ പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.